അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഒരു ശാസനയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതായത് KSRTC സ്വിഫ്റ്റ് ഡ്രൈവർമാർക്കെതിരെയാണ് അദ്ദേഹം ഒരു ശാസനയായിട്ട് വന്നത്. മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ നടപടി, പരാതി കിട്ടിയാൽ അപ്പോൾ തന്നെ ഞങ്ങൾ നടപടി സ്വീകരിക്കുമെന്നുള്ള രീതിയിൽ ഒരു ശാസന കൊടുത്തിരിക്കുകയാണ് KSRTC സ്വിഫ്റ്റ് ഡ്രൈവർമാർക്ക്. അപ്പം ഗണേഷ് കുമാർ ഇതിനു മുൻപ് ഡ്രൈവർമാർക്കായാലും മറ്റ് അദ്ദേഹത്തിൻ്റെതായ ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും കർശനമായ നടപടികൾ സ്വീകരിച്ചിരുന്ന ഒരു മന്ത്രിയാണ് ഗണേഷ് കുമാർ. അപ്പോൾ അദ്ദേഹം പറയുന്നത് KSRTC ബസ്സിനേക്കാൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് സ്വിഫ്റ്റ് ഡ്രൈവർമാരാണ്. വലിയ രീതിയിലുള്ള ഭയങ്കര വേഗത്തിലാണ് അവർ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നത്. അപ്പം കറക്റ്റ് സമയത്തിന് ബസ്, ഇപ്പോൾ സ്വിഫ്റ്റ് അറിയാമല്ലോ, ഏറ്റവും സ്പീഡിൽ പോകുന്നൊരു ബസ്സാണ്. അപ്പോൾ കറക്റ്റ് സമയത്തിന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രൈവേഴ്സ് ഇത്തരത്തിലുള്ളൊരു സ്പീഡ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടിയാണ് അവർ പോകുന്നത്. അപ്പോൾ ഇവരുടെ സ്പീഡിനനുസരിച്ച് റോഡിലുള്ള അപകടങ്ങൾ ഒരുപാട് കൂടുന്നതായിട്ട് പരാതി വരുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി ഗണേഷ് കുമാർ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത്. അപ്പോൾ എന്താണ് ഈ നടപടിയോട് ഇത് സ്വീകാര്യത എങ്ങനെയായിരിക്കും ജനങ്ങൾ സ്വീകരിക്കുക? ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ലോങ് റൂട്ടുകൾക്ക് വേണ്ടിയാണ് സ്വിഫ്റ്റ് ബസ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. ലോങ് റൂട്ടുകൾക്ക് വേണ്ടി അതിപ്പോൾ 24 hours നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള KSRTC എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്വിഫ്റ്റ് ആണ്. ബുക്ക് ചെയ്തും അല്ലാതെയും പോകാനുള്ള ഒരു യാത്രാ സൗകര്യം എന്ന നിലയിൽ. അപ്പോൾ അല്ലാതെ KSRTCയുടെ ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പാസഞ്ചേഴ്സ് ചൂസ് ചെയ്യുന്നത് സ്വിഫ്റ്റ് തന്നെയായിരിക്കും. ആ ഒരു പ്രതീക്ഷയിലായിരിക്കും KSRTCയിൽ പോവുക. എല്ലാ സ്റ്റോപ്പുകളിലും അവൈലബിൾ ആയിരിക്കില്ല, ലിമിറ്റഡ് സ്റ്റോപ്സ് ആയിരിക്കും. അപ്പോൾ രാത്രി കാലങ്ങളിലായാലും ഡ്രൈവേഴ്സ് വളരെ സ്ട്രെസ് എടുത്തിട്ടാണ് വണ്ടികൾ ഓടിക്കുന്നത്. അതേപോലെ ഇത്രയും ദൂരം ഓടിക്കണം. പിന്നെ പക്ഷേ അധികം ബ്ലോക്കൊന്നും ഉണ്ടാകാറില്ലെങ്കിലും കൃത്യസമയത്ത് സ്റ്റേഷനുകളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് യാത്രക്കാരെ പാസഞ്ചേഴ്സിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ലിമിറ്റഡ് വേഗതയിൽ സ്പീഡിൽ പോകാറുണ്ട്. പക്ഷേ ഇദ്ദേഹം പറയുന്നത്, മന്ത്രി പറയുന്നത്, അവർ പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി വളരെയധികം വേഗത കൂട്ടുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ അതിനെ അപേക്ഷിച്ച് KSRTCക്ക് അപകടങ്ങൾ കുറവാണെന്നാണ് പറയുന്നത്. അതിന് എന്തോ പ്രത്യേക ഒരു പദ്ധതിയോ എന്തോ ഒരു കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തോ ബ്രെത്ത് ടെസ്റ്റിംഗ് അങ്ങനെ എന്തോ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കൊണ്ടുവന്നതിന് ശേഷം 40-48% വരെ അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ബ്ലോക്ക് ഉള്ള സമയം, അതായത് രാവിലെകളിൽ അല്ലെങ്കിൽ രാവിലെ ഒരു 5 മണി മുതൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ഒരു 10 മണി വരെയുള്ള സമയത്തിലെ അപകടങ്ങൾ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സ്വിഫ്റ്റിനേക്കാൾ കൂടുതൽ മറ്റു വാഹനങ്ങൾ അല്ലെങ്കിൽ KSRTCയും പ്രൈവറ്റ് ബസ്സുകളോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകളും മറ്റു വാഹനങ്ങളുമായിട്ടുള്ള അപകടങ്ങളാണ് നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത്. എവിടെയും സ്വിഫ്റ്റ് ബസ്സിൽ അപകടത്തിൽ പെട്ടു എന്നൊരു വാർത്ത നമ്മൾ കേൾക്കുന്നില്ല. ഈ ഒരു നടപടി ശരിയാണ്. പക്ഷേ നടപടി എടുക്കുമ്പോൾ മറ്റു വാഹനങ്ങൾക്കും കൂടി ബാധകമായ രീതിയിലുള്ള ഒരു നടപടി കൂടെ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടിയായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. കാരണം കഴിഞ്ഞ ദിവസം കൂടിയും പ്രൈവറ്റ് ബസ്സിൽ കയറിയ ഒരു വിദ്യാർത്ഥി എന്തോ ഒരു ചെറിയൊരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അമിത വേഗതയിൽ ആൾ കയറിയെന്ന് പോലും ശ്രദ്ധിക്കാതെ, കയറിയില്ലെന്ന് പോലും ശ്രദ്ധിക്കാതെ എടുത്തുകൊണ്ട് പോവുകയാണ്. കുട്ടി എന്തോ ഭാഗ്യത്തിന് ബാഗ് ഉള്ളത് കൊണ്ട് റോഡിലേക്ക് തെറിച്ച് വീണ് രക്ഷപ്പെട്ടതാണ്. അപ്പോൾ ഈ നടപടികൾ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ എടുക്കുമ്പോൾ സ്വിഫ്റ്റ് ബസ്സിനോ അല്ലെങ്കിൽ ഇത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ പ്രൈവറ്റ് ബസ്സുകൾക്ക് കൂടി, സ്വകാര്യ വാഹനങ്ങൾക്കും കൂടി ബാധകമായ നടപടികൾ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സുതാര്യമായിരിക്കും ജനങ്ങൾക്കും യാത്ര ചെയ്യുന്ന മറ്റ് ജീവനക്കാർക്കും എല്ലാവർക്കും. ഇതിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഗണേഷ് കുമാർ ഇങ്ങനെ ഒരു ഇപ്പോൾ അധികാരത്തിലേറിയ കാലം തൊട്ട് തന്നെ ഗണേഷ് കുമാർ ഇത്തരത്തിലുള്ള ഒരുപാട് നടപടികളും കുറേ കർശനങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ തവണ കേട്ട ഏറ്റവും വിവാദമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് എതിരെ വന്നിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ളൊരു എതിർപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ രീതിയിൽ ഒരു ചർച്ചയായ ഒരു വിഷയമായിരുന്നു അത്, ഡ്രൈവിംഗ് സ്കൂളുകാരുടെ. അപ്പം അതൊരു ഒരു നടപടിയില്ലാത്ത രീതിയിലായിരുന്നു അന്നത് ചർച്ചയായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോരോ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പറയുന്നു, ഇന്ത്യയിൽ ആദ്യമായിട്ട് ആംബുലൻസുകൾക്ക് താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ളൊരു നിയമവും കൂടെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നിയമം അല്ല, ഒരു നടപടി അദ്ദേഹം സ്വീകരിച്ചിരുന്നു. അതായത് ഓരോ ആംബുലൻസിനും, അതായത് ഹൈലി എക്യുപ്പൈഡ് ആയിട്ടുള്ള ആംബുലൻസുകൾക്ക് 2500 രൂപ, അത് C ലെവലിനാകുമ്പോൾ 1500 രൂപ, B ലെവലിനാകുമ്പോൾ 1000 രൂപ.
ആംബുലൻസ് യൂസ് ചെയ്യുന്നവരാണ് കൊടുക്കേണ്ടത്. അതെ, അങ്ങനെ ഒരു രീതിയിൽ. പക്ഷേ ഇളവൊക്കെ ഉണ്ട്. BPL കാർഡുകാർക്ക് 20%, പിന്നെ ക്യാൻസർ രോഗികൾക്കും 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ഒക്കെ ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. കിലോമീറ്ററുകൾ അനുസരിച്ച് അവർക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആംബുലൻസ് ഡ്രൈവേഴ്സിനും കൂടി പ്രയോജനകരമായിട്ടുള്ള ഒരു നടപടിയാണ് അത് സ്വീകരിച്ചത്. പിന്നെ ഇളവ് കൊടുക്കുന്നതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല നിയമങ്ങളും നല്ല നല്ല നടപടികൾ അദ്ദേഹം കൈക്കൊള്ളുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഈ സ്വിഫ്റ്റ് ഡ്രൈവർമാർക്കെതിരെ അദ്ദേഹം നടത്തിയ ഈ ശാസിക്കൽ അത് എത്രത്തോളം എങ്ങനെയായിരിക്കും അത് നടപ്പിലാവാനുള്ള സാധ്യതയുണ്ടോ? ഇവിടെ നോക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞതുപോലെ സ്വിഫ്റ്റ് ബസ്സുകൾ അപകടമുണ്ടാക്കി അല്ലെങ്കിൽ സ്വിഫ്റ്റ് ബസ്സുകൾക്ക് ഇത്തരത്തിൽ അപകടമുണ്ടായി, സ്വിഫ്റ്റ് ബസ്സിന് അപകടമുണ്ടായി എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നില്ല. അത്ര പരിചിതമായ വാർത്തകളല്ല. സ്വിഫ്റ്റ് ഡ്രൈവർമാരുടെ ഉറക്കക്ഷീണം കൊണ്ടല്ലോ വീഴ്ച കൊണ്ട് അപകടമുണ്ടായി എന്ന് നമ്മൾ വാർത്ത കേൾക്കാറില്ല. അതേസമയം മറ്റ് KSRTC ഓർഡിനറി ബസ്സുകളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായി എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അപകടങ്ങൾ കൂടുതൽ സംഭവിക്കുന്ന ഏരിയയിലായിരുന്നു കൂടുതൽ നടപടികൾ എടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഇവിടെ ഏതൊരു റിപ്പോർട്ട് പ്രകാരമാണ് ഇത്തരം ഒരു നടപടി എടുത്തേക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നില്ല. പറയുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ, സ്വിഫ്റ്റ് ബസ്സുകളുടെ അപകടങ്ങൾ കൂടി വരുന്നു, അതുകൊണ്ട് ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നു. ഇത് എത്രത്തോളം പോസിബിൾ ആവുമെന്നറിയില്ല. കാരണം ഒരു പരിധിവരെ അവരുടെ ഇടയിൽ ഈ സ്വിഫ്റ്റ് ബസ്സുകളിൽ അപകടങ്ങൾ കുറവാണ്. ഇതിപ്പം ബസ് ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മതിയായ സാലറി കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ പണ്ട് ബസ് ജീവനക്കാരുടെ സമരമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേതനം കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ശാസന വെക്കുന്ന മന്ത്രിക്ക് ഒരുപക്ഷെ അവിടെ ബസ് ഡ്രൈവേഴ്സ് ഇപ്പോഴും പറയുന്ന ഒരു പരാതി തന്നെയാണ്, ഞങ്ങൾക്ക് സാലറിയുടെ കാര്യത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി കിട്ടുന്നില്ല, ഇപ്പോഴും പഴയ രീതിയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഡ്രൈവേഴ്സ് മുന്നിൽ വന്ന് പറയുന്നുണ്ട്. അപ്പം ഒരുപക്ഷെ അതായിരിക്കും ഇതിന് കാരണം. അല്ലെങ്കിൽ കറക്റ്റ് സമയത്തിന് അവരുടെ ബസ് എത്തിക്കുകയും വേണം. അപകടങ്ങളെല്ലാം ഒഴിവാക്കി, അത് അപകടങ്ങൾ ഒഴിവാക്കി വേണം ഡ്രൈവേഴ്സ് വണ്ടി ഓടിക്കാൻ. പക്ഷേ അത് ഇവരുടെ സ്വിഫ്റ്റ് ബസ്സൊക്കെ അറിയാലോ, കറക്റ്റ് സമയത്തിന് എത്തുകയും വേണം. പക്ഷെ അവർക്ക് മതിയായ ഓവർ ടൈം വർക്കിംഗ് പറയുന്ന മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് ഡ്രൈവേഴ്സ് ആരും യാത്രക്കാരോട് നല്ല രീതിയിലല്ല പെരുമാറുന്നത്, വളരെ മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്നു എന്ന രീതിയിൽ പരാതികൾ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പരാതികളുടെ അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കാം ഇങ്ങനെ ഒരു നടപടി എടുത്തത്. ചിലപ്പോൾ അവർക്ക് ഇത്തരത്തിൽ പെട്ടെന്ന് എത്താനുള്ള ഒരു ധൃതിയെ മോശമായി പെരുമാറുന്നതായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ കൂടിയും യാത്രക്കാരോട് ഡ്രൈവേഴ്സ് ആയാലും കണ്ടക്ടേഴ്സ് ആയാലും അത്തരത്തിൽ മോശമായി പെരുമാറേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരങ്ങനെ പെരുമാറി എന്ന റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് സാധനം, അതായത് ഇങ്ങനെ പെരുമാറാൻ പാടില്ല എന്നൊരു നടപടി വെക്കുന്നത്. പക്ഷേ ഇത് സ്വിഫ്റ്റ് ബസ്സുകൾക്ക് മാത്രമാണോ ഈ ഒരു നടപടി എടുക്കേണ്ടതെന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇത് നടപ്പിലാക്കേണ്ടത് സ്വിഫ്റ്റ് ബസ്സുകൾക്ക് മാത്രമല്ല, ഡ്രൈവേഴ്സ് ആയാലും കണ്ടക്ടേഴ്സ് ആയാലും യാത്രക്കാരോട് മോശമായി പെരുമാറുന്നത് അത് ഏത് പ്രൈവറ്റ് ബസ്സായാലും സാധാ KSRTC ബസ്സായാലും സ്വിഫ്റ്റ് ആയാലും 3 പേർക്കും പറ്റുന്ന ഒരു നടപടിയായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. ആ കർശനമായ ഒരു നിർദ്ദേശം കൊടുക്കേണ്ടിയിരുന്നത് 3 വിഭാഗത്തിൽപ്പെട്ട 3 മേഖലകളിൽപ്പെട്ട ആൾക്കാർക്കായിരുന്നു. പക്ഷേ ഇവിടെ സ്വിഫ്റ്റ് എന്ന് എടുത്തു പറയുന്നുണ്ട് അദ്ദേഹം. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നീക്കം ഉണ്ടായി എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ മനസ്സിലാവൂ.